ഇൻഡിഗോ കമ്പനിയിലെ പ്രതിസന്ധിക്കിടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. യാത്രക്കാരുടെ പ്രതിസന്ധി മുതലെടുത്താണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടിയത്. अभी टिकट था 23 में लिया, 23,000 का सुबह 9 बजे का, सुबह का मॉर्निंग का. रात को बनाया, रात को 4 बजे खबर आया ऐसा हुआ बोल के सुबह का टिकट 9 बजे का मिला. उसके बाद वो कैंसिल हो गया. उधर बोले जो कैंसिल पायलट का कुछ प्रॉब्लम हुआ है तो इसके लिए कैंसिल है. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, അല്ലെങ്കിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് യാത്രക്കാരുള്ളത്, ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ അവസരം മുതലാക്കിക്കൊണ്ട് നേരിയ വർധനവല്ല കുത്തനെ ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്ന നിലയിലേക്ക് വിമാന കമ്പനികൾ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണല്ലോ ശ്രീനാഥ്. ശ്രീജിത്ത്, നിലവിൽ ഗുരുതരമായ സാഹചര്യം വിമാനത്താവളങ്ങളുണ്ട്, വലിയ ഡിമാൻഡ് ടിക്കറ്റുകൾക്കുമുണ്ട്. ഇതൊരു അവസരമാക്കി മാറ്റുകയാണ് വിമാന കമ്പനികൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ഇന്നുള്ള ടിക്കറ്റുകളുടെ നിരക്ക് രാവിലെ പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്ക് ദില്ലിയിൽ നിന്ന് ഏതാണ്ട് 40,000 രൂപയ്ക്ക് മുകളിൽ ആണ് ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ടിക്കറ്റുമായ സർവീസുകൾ തന്നെ വളരെ കുറവാണ്. ഉള്ളതിൽ തന്നെ വലിയ തുക നൽകേണ്ട അവസ്ഥയുണ്ട്. നാളെയും മറ്റന്നാളും ഏതാണ്ട് ഇത് തന്നെയാകും അവസ്ഥ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിമാന ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ ഉയർന്നത് യാത്രക്കാർക്ക് സ്വാഭാവിക ബുദ്ധിമുട്ടുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ വിമാനം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ടിക്കറ്റ് എടുത്ത് മറ്റൊരു വിമാനത്തിൽ പോകാമെന്ന് കരുതിയാൽ അത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ഒപ്പം തന്നെ ഇൻഡിഗോയിൽ ഈ പ്രതിസന്ധി നടക്കുമ്പോൾ പോലും അവർ ഈ ബുക്കിംഗ് സ്വീകരിക്കുന്നത് അത് ഒരു തരത്തിലും നിർത്തിവെക്കുന്നുമൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട ഒരു പ്രതികരണം, അദ്ദേഹത്തിന് കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്യേണ്ട ആളാണ്, അടിയന്തരമായി ഒരു മരണാനന്തര ചടങ്ങിൽ പോകേണ്ട ആളാണ്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇന്ന് പുലർച്ചെ മാത്രമാണ്, രാവിലത്തെ വിമാനത്തിന് വേണ്ടി ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ ടിക്കറ്റ് റദ്ദാവുന്നു. പിന്നീട് 40,000 രൂപയ്ക്ക് മറ്റൊരു ടിക്കറ്റ് ബുക്ക് ചെയ്താണ് അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് അത് ഒരു തരത്തിലും താങ്ങാൻ കഴിയുന്ന അവസ്ഥയുമല്ല. മാത്രമല്ല, വിമാനം റദ്ദാകുമ്പോൾ അല്ലെങ്കിൽ വിമാനം വൈകുമ്പോൾ വിമാനത്താവളത്തിനകത്ത് കഴിയേണ്ടി വരുന്ന സമയത്ത് ഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തി നൽകിയിട്ടില്ല. വിമാനത്താവളത്തിലെ വില കൂടിയ ആഹാരം വലിയ വില കൊടുത്ത് കഴിക്കേണ്ട സാഹചര്യത്തിലൂടെ ആളുകൾ കടന്നു പോകുന്നുമുണ്ട്. ശ്രീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.